വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ പപ്പി അങ്ങ് മുകളിലേക്ക് കയറിപ്പോയ ശേഷം രാഘവൻ നായർ ചോദിക്കുകയാണ്, ഫാമയെ നോക്കി അങ്ങ് ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല തങ്കക്കട്ടി എങ്ങനെയാണ് കുറച്ച് സമയം കൊണ്ട് ശവമായി മാറിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുമ്പോൾ രാഘവേട്ട ഇത്രയും നേരം അയാളുടെ മുമ്പിൽ ചുമ്മാതെ ഇരുന്നിട്ട് ഇപ്പോൾ എന്നെ പരിഹസിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ എന്നെ മരവാഴയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, നീ ആയിട്ട് സ്വയം വരുത്തി വെച്ചതല്ലേ, നീ തന്നെ അനുഭവിക്കണം. തെരുവ് നായ്ക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാൽ അവ കുരയ്ക്കുക മാത്രമല്ല കടിച്ച് കീറുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് പിന്നെ എന്ത് വേണമെന്നാണ് രാഘവേട്ടൻ പറയുന്നത്, അവൻ പിന്നെ ഇങ്ങനെ നിരാശ കാമുകനെ പോലെ ഇങ്ങനെ കാണണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നീ അതുപോലെ ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഫാമയെ ഒന്ന് നോക്കിയിട്ട് രാഘവൻ നേരെ ശാലിനിയുടെ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. അന്നേരം എല്ലാവരും രോഹിതും പിന്നെ ശ്യാമയും പിള്ളയും ഒക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്ക് അത് മനസ്സിലാവുകയാണ്. തുടർന്ന് ഭാമ ദേഷ്യത്തോടു കൂടി അങ്ങ് എഴുന്നേറ്റിട്ട് രാഘവേട്ട അത് നടക്കാൻ പോകുന്നില്ല, ഈ സത്യഭാമയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം എല്ലാവർക്കും അങ്ങ് സങ്കടമാവുകയാണ്. തുടർന്ന് രാഘവൻ നായർ ശാലിനിയുടെ ഫോട്ടോ നോക്കി പറയുകയാണ്, എവിടെയാണ് മോളെ നീ ഇതൊന്നും കാണുന്നില്ലേ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് അങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം മുകളിലേക്ക് പോയ വിഷ്ണു ആണെങ്കിൽ സത്യഭാമ തന്നെ ഭീഷണിപ്പെടുത്തിയതും ആ ഗുളിക മുടക്കും എന്നൊക്കെ പറഞ്ഞത് ഓർത്ത് അങ്ങ് വിഷ്ണുവിന് സങ്കടം വരികയാണ്, കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. ഈ സമയം വല്ലിച്ചാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പപ്പി ചെല്ലുന്നുണ്ട്. അന്നേരം മോളിങ് അടുത്തേക്ക് വന്നേന്ന് വിളിക്കുകയാണ്, മോൾക്ക് വേദനിച്ചോ, സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറയുകയാണ്. അന്നേരം മോൾക്കൊരു അബദ്ധം പറ്റിയല്ലേ, അടി കിട്ടിയിട്ട് വേദനിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരാ പറഞ്ഞ അബദ്ധം പറ്റിയതെന്ന്, ഞാൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്, ആൻറ്റിയുടെ പിന്നെ മടിയിലേക്ക് ഞാൻ ജ്യൂസ് മനഃപൂർവ്വം ഒഴിച്ചത് തന്നെയാണ്, സത്യം പറഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യം പറഞ്ഞിട്ടോ, അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ വല്യച്ഛന് ഇഷ്ടമില്ലാത്ത കല്യാണത്തിനല്ലേ സത്യാമ്മ നിർബന്ധിച്ചത്, അപ്പോൾ വല്യച്ഛൻ വിഷമിക്കുന്നത് ഞാൻ കണ്ടു, വല്യച്ഛൻ വിഷമിച്ചാൽ പപ്പി മോൾക്കും വിഷമാവും, അങ്ങനെ ഞാൻ കല്യാണം മുടക്കാനായിട്ട് ഒരു ഐഡിയ സത്യയോട് ചോദിച്ചു എന്ന് പറയുകയാണ്. അന്നേരം എന്നിട്ട് എന്നും പറഞ്ഞ് വിഷ്ണു ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, സത്യമാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ സത്യാമ്മയ്ക്കും പപ്പി മോളോട് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം മുടങ്ങുമെന്ന്, ഞാൻ അതുപോലെ ചെയ്തു, അപ്പോൾ കല്യാണം മുടങ്ങുകയും ചെയ്തു, വല്യച്ഛൻ വിഷമിക്കണ്ട കേട്ടോ, വല്യച്ഛന് ചേച്ചി അമ്മയല്ലേ ഇഷ്ടം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണുകൾ ഇങ്ങനെ വിടരുകയാണ്. അന്നേരം മോളിഞ്ഞ് വന്നേന്നും പറഞ്ഞിട്ട് മടിയിലേക്ക് പിടിച്ചിരുത്തുകയാണ്, എന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരികയാണ്. അന്നേരം വല്യച്ഛൻ എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുഞ്ഞായിട്ട് മോൾക്ക് വല്യച്ഛൻ്റെ സങ്കടം മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ വല്യച്ഛൻ വിഷമിക്കേണ്ട കേട്ടോ, വല്യച്ഛൻ്റെ കൂടെ പപ്പിമോളുണ്ട്, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് വിഷ്ണുവിനും ഈ പപ്പിക്കുട്ടി അങ്ങോട്ട് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സങ്കടപ്പെടണ്ട, ഞാൻ പോയി സത്യയോട് താങ്ക്സ് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങ് ഓടി പോവുകയാണ്. അന്നേരം മോളെ സൂക്ഷിച്ചെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു വീണ്ടും വിഷമിച്ചിരിക്കുകയാണ്. കുഞ്ഞിന് വരെ തൻ്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ തൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല എന്നോർത്ത് വിഷ്ണുവിനാണെങ്കിൽ വിഷമം അങ്ങ് കൂടി വരികയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ പപ്പിക്കുട്ടിയാണെങ്കിൽ സ്കൂളിലെത്തിയിട്ടുണ്ട്. പടിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. വിഷ്ണുവിനെ സത്യഭാമ വഴക്ക് പറഞ്ഞതും ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കുന്നതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്ക് പറഞ്ഞതും വിഷ്ണു സങ്കടപ്പെടുന്നതും ഒക്കെ ഓർത്തി കുട്ടിക്ക് അങ്ങ് വിഷമം വരികയാണ്. അപ്പോഴേ ലിജോ വരികയാണ്. ലിജോ വന്നിട്ട് പപ്പി വാ ക്ലാസ്സിൽ പോകാമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ലിജോ പൊയ്ക്കോ എന്ന് പറയുകയാണ്. അന്നേരം എന്നോട് പിണക്കമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരോടും പിണക്കമില്ല എന്ന് പറയുകയാണ്. എങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ചുരുട്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ തൻ്റെ കൈയും പപ്പി ഇങ്ങനെ മുട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ലിജു അങ്ങ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. വീണ്ടും ഈ പപ്പിയാണെങ്കിൽ അങ്ങ് ഓർത്ത് വിഷമിക്കുകയാണ്. വിഷ്ണുവിനെ സത്യഭാമ നിർബന്ധിക്കുന്നതും എന്നെ വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് കെഞ്ചുന്നതും ഒക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ശാലിനി സത്യമോളയും കൊണ്ട് സ്കൂളിലേക്ക് വരുന്നത്. തുടർന്ന് കാറിൽ നിന്നും സത്യം ശാലിനി ഇറങ്ങിയ ശേഷം മോൾ ഫോണൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ചാർജൊക്കെ ഉണ്ടല്ലോ, ഫോൺ കാണാതെ പോയാൽ വിളിക്കേണ്ട നമ്പരൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ തുരിതരാ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സത്യക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ഞാൻ പപ്പിയല്ല സത്യമാണ് എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ചിരിയിരിക്കുകയാണ്. ശരി സത്യഭാമ എന്ന് വിളിച്ചുകൊണ്ട് വാ എന്നും പറഞ്ഞ് അവർ വിളിച്ച് ക്ലാസ്സിലേക്ക് കയറാൻ പോകുമ്പോൾ ഇങ്ങനെ പപ്പി ഇങ്ങനെ പടിയിൽ വിഷമിച്ചിരിക്കുന്ന കാണുകയാണ്. അന്നേരം ദേ പപ്പി എന്നും പറഞ്ഞ് സത്യ പപ്പിയുടെ അടുത്തേക്ക് പോവുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ പപ്പി അങ്ങോട്ട് കാണുമ്പോൾ ശാലിനിക്ക് സ്നേഹം വരികയാണ്. അന്നേരം കുഞ്ഞിനെ പിടിച്ചിട്ട് നെറ്റിയിലും കവിളിലും ഒക്കെ ഉമ്മ കൊടുക്കുകയാണ്. അന്നേരം സത്യ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് സത്യ ചോദിക്കുന്നുണ്ട്, പപ്പിയുടെ വല്യച്ഛൻ വരില്ലേ, പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിക്കാൻ വല്യച്ഛൻ വരുമെന്നല്ലേ പറഞ്ഞതെന്ന്. അന്നേരം വല്യച്ഛനല്ല എൻ്റെ അച്ഛനാണ് വരുന്നതെന്ന് പറയുകയാണ്. അന്നേരം അതെന്താ, വല്യച്ഛനാണല്ലോ എപ്പോഴും സ്കൂളിൽ വരാറുള്ളത്, എന്താ വരാത്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വല്യച്ഛന് പനിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു വല്യച്ഛൻ വന്നോ എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് വല്യച്ഛന് പനിയാണെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്.
അതെന്താ പെട്ടെന്ന് പനി വരാൻ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മയാണ് കാരണമെന്ന് പറയുകയാണ്. അന്നേരം അച്ചമ്മയോ? അതെ, സത്യമ്മയാണ് കാരണം. വിഷ്ണു അച്ഛന് വേറെ കല്യാണം ആലോചിക്കുകയാണ്. വിഷ്ണു അച്ഛനാണെങ്കിൽ അതൊട്ടും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ഷോക്കാവുകയാണ്. വിഷ്ണുവിന് വേറെ കല്യാണം ആലോചിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വല്യച്ഛനാണെങ്കിൽ വിഷ്ണു അച്ഛന് ചേച്ചിയമ്മയാണ് ഇഷ്ടം, ഒത്തിരി ഇഷ്ടമാണ്. ചേച്ചിയമ്മ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്നാണ് വിഷ്ണു അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് വിഷ്ണു അച്ഛന് വലിയ സങ്കടമാണ്. ഇന്നലെ ഒരിക്കലും ഒരു കല്യാണാലോചന വന്നു, അപ്പോൾ ഈ സത്യമാണ് എനിക്കത് മുടക്കാനുള്ള ഐഡിയ പറഞ്ഞു എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ സത്യയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ സത്യക്ക് പേടിയാവുകയാണ്, അമ്മ വഴക്ക് പറയും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. തുടർന്ന് ആ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ജ്യൂസ് മടിയിലേക്ക് ഒഴിച്ചതും മഞ്ചരി അടിച്ചതും പുറത്താക്കിയതും ഒക്കെ അവിടെ പറയുകയാണ്. തുടർന്ന് അമ്മ വഴക്ക് പറയല്ലേ, ഫ്രണ്ടിനെ സഹായിക്കേണ്ടത് കടമയാണെന്നല്ലേ അമ്മ പറയുന്നതെന്ന് സത്യം ഇങ്ങനെ ദയനീയമായിട്ട് പറയുമ്പോൾ ശാലിനി അങ്ങ് ചിരിക്കുകയാണ്. തുടർന്നും പിന്നെ പപ്പി അങ്ങ് പറയുകയാണ്, വിഷ്ണു അച്ഛനാണെങ്കിൽ എല്ലാം ഓർത്ത് ആകെ സങ്കടമാണ്, നേരെ ഉറക്കമില്ല, ഭക്ഷണം കഴിക്കില്ല, അതുകൊണ്ടാണ് പനി വന്നത് എന്ന് പറയുകയാണ്. തുടർന്നും ഈ പപ്പി അങ്ങ് പറയുകയാണ്, വിഷ്ണു അച്ഛൻ അസുഖം ഭേദമാവുന്നവരെ ഞാനും ഒന്നും കഴിക്കില്ല, ഉറങ്ങിയില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ കുട്ടിയെ തലോടിയിട്ട് പറയുകയാണ്, വിഷ്ണു അച്ഛൻ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, മരുന്നൊക്കെ കഴിച്ച് ഭേദമാകുമ്പോൾ വിഷ്ണു അച്ഛനാണെങ്കിൽ അങ്ങ് സുഖമാകും. മോള് പിന്നെ ആഹാരം കഴിക്കാതെയും പിന്നെ ഉറങ്ങാതെയൊക്കെ ഇരുന്ന മോൾക്ക് പനി വരില്ലേ, അപ്പോൾ അച്ഛന് സങ്കടമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. വിഷ്ണു അച്ഛന് മോളെ ജീവനല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മോൾക്കും വിഷ്ണു അച്ഛന് ജീവനാണ് എന്ന് പറയുകയാണ്. തുടർന്ന് അച്ഛന് പെട്ടെന്നങ്ങ് ഭേദമാകും, മോൾ ആഹാരം കഴിക്കുകയും ഉറങ്ങുകയൊക്കെ വേണം എന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് അത് മതിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അച്ഛന് പെട്ടെന്ന് ശരിയാവും എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ സത്യ പറയുകയാണ്, അമ്മ അത് അച്ഛനല്ല വല്യച്ഛനാണ്, പിന്നെ വിഷ്ണു അച്ഛൻ എന്ന് വിളിക്കുന്ന സ്നേഹം കൊണ്ട് അങ്ങനെ വിളിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ സത്യയും പപ്പിയെയും മാറി മാറി നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും പപ്പിയെ ഇങ്ങോട്ട് അടുത്തേക്ക് പിടിച്ചിട്ട് നെറ്റിയിലേക്ക് അങ്ങ് മുത്തം കൊടുക്കുകയാണ്. മോള് സത്യയുടെ കൂടെ ക്ലാസ്സിലേക്ക് പോകുമെന്ന് പറയുകയാണ്. തുടർന്ന് സത്യ ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്, വാ പപ്പി എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് ക്ലാസ്സിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് ശാലിനി അവിടെ നിന്ന് തന്നെ ഓർക്കുന്നുണ്ട്, വല്യച്ഛന് ചേച്ചിയമ്മയാണ് ഇഷ്ടം, ചേച്ചിയമ്മയല്ലാതെ വേറെ ആരെയും ഈ ജന്മം വല്യച്ഛൻ കല്യാണം കഴിക്കില്ല എന്നാണ് പറയുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ ശാലിനിക്ക് വിഷമവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരികയാണ്. തുടർന്ന് ശാലിനി പെട്ടെന്ന് ശ്യാമയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഞാൻ കുഞ്ഞേച്ചിയെ വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടന് പനിയാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ അറിഞ്ഞു, സ്കൂളിൽ സത്യയെ കൊണ്ടാക്കാനായിട്ട് വന്നപ്പോൾ പപ്പി പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം കുഞ്ഞേച്ചിയെക്കുറിച്ച് ആലോചിച്ച് വിഷ്ണുവേട്ടന് ഊണും ഉറക്കം ഒന്നുമില്ല, എപ്പോഴും ടെൻഷനാണ്, ഇതിനൊക്കെ എന്താ പരിഹാരം എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് ശ്യാമ ഇങ്ങനെ സങ്കടത്തോടെ പറയുകയാണ്. അന്നേരം ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിക്കുമ്പോൾ കരുണ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ഒന്ന് പോയി കാണാം എന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെയെന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് ടെൻഷനാകുമ്പോൾ നീ പേടിക്കണ്ട, ഞാനേ കാണുള്ളൂ, എന്നെ കാണില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്നാലും എന്ന് പറയുമ്പോൾ ഈ അവസ്ഥയിൽ കാണാതിരിക്കാനായിട്ട് പറ്റില്ല, ഞാൻ എങ്ങനെയും പോയി കാണാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. അന്നേരം ശ്യാമ ടെൻഷനാവുകയാണ്, ഇനി ശാലിനിയെ വിഷ്ണു കാണുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓർത്തിട്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വിഷ്ണു ഇങ്ങനെ ഹോസ്പിറ്റൽ ബെഡിൽ ഇങ്ങനെ മയങ്ങി കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. ശാലിനിക്ക് അങ്ങ് ടെൻഷനാണ്, എന്നെക്കുറിച്ച് ആലോചിച്ചല്ലേ വിഷ്ണുവേട്ടന് പനി വന്നത്, എന്നെക്കുറിച്ച് ഓർത്തോർത്തിരുന്നാണ് ആരോഗ്യവും ഒക്കെ പോയത്, ഊണും ഉറക്കവും ഒന്നും ഇല്ലാത്തതെന്നും പറഞ്ഞ് ശാലിനി ആകെ അങ്ങ് ടെൻഷനിലാണ്. ഇതേസമയം ഹോസ്പിറ്റലിൽ വിഷ്ണുവിനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. ധന്യ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ്. എങ്ങനെ ജനറൽ മെഡിസിനായി എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. വെളിയിലാണെങ്കിൽ പിന്നെ സത്യഭാമയും രോഹിത്തുമുണ്ട്. തുടർന്ന് ധന്യ ഡോക്ടർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിഷ്ണുവിന് എങ്ങനെയുണ്ട് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം പനി 104 മുകളിൽ പോയി, എന്താ കൊണ്ടുവരാൻ വൈകിയത്, രാത്രി തന്നെ വരാമായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എത്ര വട്ടം പറഞ്ഞതാണെന്നറിയാമോ, കുറയുമെന്ന് പറഞ്ഞ് മസിൽ പിടിച്ചിരുന്നതാണ്, പിന്നെ നിർബന്ധമായിട്ടും രാവിലെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറയുകയാണ്. അന്നേരം ഇപ്പോഴത്തെ പനിയാണ്, സൂക്ഷിക്കണം, മെഡിസിനും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്, വൈകിട്ടത്തേക്ക് ശരിയാവും, വൈകിട്ട് വീട്ടിൽ പോവാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ഇപ്പോൾ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ഫാമ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, വൈകിട്ടല്ലേ ഡിസ്ചാർജ്, സത്യമ്മ വീട്ടിൽ പോക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുകയാണ്. അന്നേരം വേണ്ട, ശ്യാമ തനിച്ചല്ലേ ഉള്ളൂ, നീ വീട്ടിലേക്ക് പൊയ്ക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ശരി എങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വൈകിട്ട് എത്തിക്കോളാം, ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം കൊടുത്തയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് അങ്ങ് ഇറങ്ങുകയാണ്. തുടർന്ന് ഫാമയാണെങ്കിൽ ആ കണ്ണാടി കൂടി ഇങ്ങനെ ഐസിൻ്റെ അതിൻ്റെ വെളിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആ വാതിൽ കൂടി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. ആകെ സങ്കടത്തിലാണ് ഫാമ. എന്നിട്ടിങ്ങനെ സ്വയം പറയുകയാണ്, എന്തിനാ മോനെ നീ എൻ്റെ ആരോഗ്യം ഇങ്ങനെ പാഴാക്കുന്നത്, അമ്മ പറയുന്നത് പോലെ കേട്ടെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നോ, ആർക്ക് വേണ്ടിയാ നീ നിൻ്റെ ജീവിതം ഇങ്ങനെ പാഴാക്കി കളയുന്നത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല മോനെ എന്നും പറഞ്ഞ് ഫാമ ആകെ വിഷമത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു, കുറച്ചു നേരം ഇരിക്കുന്നു, നടക്കുകയും ഒക്കെ ചെയ്യുകയാണ് അവിടെ.
ഇതേസമയം ശാലിനി ആണെങ്കിൽ കാറിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ശാലിനി ഇങ്ങനെ റിസപ്ഷനിലേക്ക് കയറുമ്പോൾ രോഹിത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം രോഹിത്തിന് ആരും ഫോൺ ചെയ്യുന്നുണ്ട്. രോഹിത് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി വന്നു വിടുന്നത് രോഹിത്തിൻ്റെ മുമ്പിലാണ്. പെട്ടെന്ന് ശാലിനി രോഹിത്തിനെ കണ്ട് ഒരു നിമിഷം ഒന്ന് അന്തിക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് അങ്ങ് സൈഡിലേക്ക് മാറിയിട്ട് അവിടെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കൈവച്ച് ഇങ്ങനെ മുഖം മറയ്ക്കുന്നുണ്ട്. അതേസമയം ഫോൺ ചെയ്യുന്ന രോഹിത് ആണെങ്കിൽ നോക്കുമ്പോൾ ശാലിനി അവിടെ ഇരിക്കുന്ന കാണുകയാണ്. തുടർന്ന് രോഹിത്തിന് എന്തോ ഒരു സംശയം പോലെ തോന്നുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രോഹിത് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നത് കാണിക്കുന്നുണ്ട്. ശാലിനിയുടെ പിറകിൽ വന്ന് ആരോ പിടിക്കുന്നതും കാണിക്കുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ പെട്ടെന്ന് അന്തം വിട്ട് രോഹിത് ആണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് ധന്യ ഡോക്ടറായിരുന്നു കാണിക്കുന്നത്. പക്ഷേ അപ്പോൾ രോഹിത് ആരെയാണ് കണ്ടതെന്നും രോഹിത് എങ്ങോട്ട് പോയി എന്നും അവിടെ പറയുന്നില്ല. തുടർന്ന് ധന്യ ഡോക്ടർ ശാലിനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ലേബർ റൂമിലെ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയാണ്. അന്നേരം ഇവിടെയാണോ പോസ്റ്റിംഗ്, ഇവിടെയാണോ ഡോക്ടർ, ഇവിടെ തന്നെയാണോ ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ്. തുടർന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ശാലിനി, പിന്നെ ശ്യാമ ഇടയ്ക്ക് കാണാറുണ്ട്, പപ്പിമോളുടെ എല്ലാ ബർത്ത്ഡേക്കും എന്നെ ക്ഷണിക്കും, എന്നെ ഫോൺ ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. ഒരാൾ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഇപ്പോൾ ഇവിടെയാണോ പോസ്റ്റിംഗ് എന്നും ശാലിനിയോടും ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. മോളെ എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാമെന്ന് ശാലിനി പറയുകയാണ്. വിഷ്ണുവേട്ടന് പനിയാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സെഡേഷനിലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ അതിന് പറ്റും, പക്ഷേ സത്യാമ്മ ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതിനൊരു വഴിയുണ്ട് എന്നിങ്ങനെ ശാലിനി പറയുന്നതേ കാണിക്കുന്നുള്ളൂ. തുടർന്ന് ഈ കാണിക്കുന്നത് ധന്യ ഡോക്ടർ സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സത്യഭാമ BP ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഭാമ നിൽക്കുകയാണ്. തുടർന്ന് പിറകിലോട്ട് ശാലിനി നിൽക്കുന്നത് കാണിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. മറ്റന്നാളത്തെ എപ്പിസോഡിൽ സത്യഭാമയെ BP ചെക്ക് ചെയ്യാനായിട്ട് ധന്യ ഡോക്ടർ മാറ്റിക്കൊണ്ടു പോകും. ഈ സമയത്ത് വിഷ്ണുവിനെ ശാലിനി കയറി കാണും. പക്ഷേ വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ ശാലിനി കുറേ നേരമൊക്കെ ഇരിക്കും. പക്ഷേ ശാലിനി വന്നതായിട്ട് വിഷ്ണു അറിയും. അങ്ങനെയൊക്കെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക്